ഹരിപ്പാട് NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾക്ക് നേരെ അതിക്രമത്തിന് പിന്നിൽ AM ആരിഫിന്റെ പ്രത്യേക സംഘമെന്ന് ശോഭാ സുരേന്ദ്രൻ. കീറിയ ഇടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഇനിയും വരുമെന്നും ശോഭാ സുരേന്ദ്രൻ ജനൻ ടിവിയോട് പറഞ്ഞു. ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളുമാണ് നശിപ്പിച്ചത്. പോസ്റ്ററിൽ ശോഭാ സുരേന്ദ്രന്റെ തലയ്ക്ക് പകരം CPM സ്ഥാനാർത്ഥിയുടെ തല ഒട്ടിക്കുകയായിരുന്നു. നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, എന്തായാലും ആലപ്പുഴയിലെ ഈ CPMന്റെ കോട്ടകൾ തകർക്കും ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പരാജയ ഭീതി ഭയന്നുകൊണ്ട് തന്നെയല്ലേ ഈ ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററുകൾ അടക്കം നശിപ്പിച്ചിരിക്കുന്നത്? രജനി, തീർച്ചയായും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററിൽ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തല വെട്ടിയൊട്ടിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. ഹരിപ്പാട് RK ജംഗ്ഷന് സമീപം ആണ് ഇത്തരത്തിൽ പോസ്റ്ററിൽ തല മാറ്റി വെട്ടി ഒട്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഹരിപ്പാട് KSRTC സ്റ്റാൻഡിന് സമീപം സ്ഥാപിച്ചിരുന്ന ശോഭാ സുരേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും അടക്കം കീറി നശിപ്പിച്ച നിലയിലുമാണ്. അതേസമയം ഈ പോസ്റ്ററുകൾ കീറിയത് CPMന്റെ പ്രവർത്തകരല്ല. കാരണം അവർക്ക് തന്നോട് യാതൊരു വൈരാഗ്യത്തിന്റെയും ആവശ്യമില്ല. ഇതിനൊക്കെ പിന്നിൽ ആരിഫ് നിയോഗിച്ച പ്രത്യേക ടീമാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടുള്ളത്. തൽക്കാലം ഇപ്പോൾ പോസ്റ്ററിലെ തല മാറ്റേണ്ട കാര്യമില്ല. ഭാവിയിൽ ആരിഫിന് BJPയിലേക്ക് വരേണ്ടി വരുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചിട്ടുള്ളത്. കണ്ണൂരിലെ CPMന്റെ കൊടി കെട്ടിയ തമ്പുരാനെ താൻ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഇവിടെ ആരിഫിന്റെ ഈ ഒരു കുതന്ത്രങ്ങൾ എന്നും ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി. എന്തായാലും ഈ ഫ്ലെക്സ് ബോർഡുകളുടെ സ്ഥാനത്ത് നിരവധി ഫ്ലെക്സ് ബോർഡുകൾ ഇനിയും വരുമെന്നും അതൊന്നും കീറാൻ ആരിഫ് നിയോഗിച്ച ടീമും ആരിഫും നിൽക്കണ്ട, താൻ അതിനെതിരെ ഇന്ന് തന്നെ അവിടെ പോസ്റ്ററുകൾ ഒട്ടിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. ഹരിപ്പാട് പോലീസിന് പരാതി നൽകി, പക്ഷെ പോലീസ് നടപടി എടുത്തിട്ടില്ല. പിണറായിയുടെ പോലീസ് നടപടി എടുക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നും ഇതിന് പകരം എന്താണ് ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ് പോസ്റ്ററുകൾ ഇനിയും ഒട്ടിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രവർത്തകരുമായി ആലോചിച്ച് ഇന്ന് തന്നെ അവിടെ നിരവധി പോസ്റ്ററുകൾ ഒട്ടിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു കാര്യത്തിന്റെ പേരിൽ, കാരണം ഇത്തരത്തിൽ നമുക്കറിയാം ഈ ഒരു പോസ്റ്ററുകൾ കീറി ഫ്ലെക്സ് ബോർഡുകളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ സാധാരണ പ്രവർത്തകരിൽ അതൊരു പ്രകോപനത്തിന് പോലും കാരണമാകും. അത്തരത്തിൽ പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് ഒരു കലാപം, ഒരു സംഘർഷത്തിലേക്കൊന്നും പോകാൻ CPM ശ്രമിക്കേണ്ട എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഹരിപ്പാട് ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇത് അവിടുത്തെ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശരി നിഷ, എന്തായാലും ഈ പോസ്റ്ററുകൾ വലിച്ചു കീറിയതുകൊണ്ടൊന്നും തന്നെ പ്രചരണം നിർത്തിവെക്കുകയോ ആ ഒരു രീതിയിലേക്കൊന്നും തന്നെ കടക്കില്ല. ശക്തമായ പോരാട്ടത്തിന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കാഴ്ചവെക്കാൻ പോകുന്നതും. ഈ പരാജയ ഭീതി കൊണ്ട് ഇങ്ങനെ പലതും ചെയ്താലും മുട്ടുമടക്കാൻ പോകുന്നില്ല. പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. പക്ഷേ പിണറായിയുടെ പോലീസ് ഈ പരാതി കൈക്കൊള്ളുമോ, അതിൽ നടപടിയെടുക്കുമോ, CPM നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുമോ എന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നും ശോഭാ സുരേന്ദ്രൻ ചങ്കുറപ്പോടുകൂടി തന്നെയാണ് പറയുന്നത്. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.